നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് കോഴിക്കോടിനടുത്ത് കൂടത്തായി എന്ന സാധാരണ ഗ്രാമത്തിൽ നിന്നാണ്. പുറമേ നിന്ന് നോക്കിയാൽ മറ്റേത് മലയാളി കുടുംബത്തെയും പോലെ ശാന്തമായി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ആ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ 14 വർഷത്തോളം നീണ്ടുനിന്ന ഒരു മരണത്തിൻ്റെ തണുത്ത നിഴൽ പതിഞ്ഞിരുന്നു. തുടർച്ചയായ 6 മരണങ്ങൾ. ഈ ദുരൂഹത ആരംഭിക്കുന്നത് 2002-ലാണ്. കുടുംബത്തിലെ മുതിർന്ന അംഗമായ ആൻ അമ്മായി കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഡോക്ടർമാർ ഇത് സാധാരണ മരണമായി കണക്കാക്കി. പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷം 2008-ൽ അവരുടെ ഭർത്താവ് ടോം ജോസഫും സമാന രീതിയിൽ മരണപ്പെട്ടു. വീണ്ടും സ്വാഭാവിക മരണമെന്ന് എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. 2011-ൽ ഈ കുടുംബത്തിലെ പ്രധാന അംഗമായിരുന്ന റോയി തോമസ് മരിച്ചു. റോയിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു ഞെട്ടിക്കുന്ന സത്യം പുറത്തുവിട്ടു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സയനൈഡിൻ്റെ അംശം കണ്ടെത്തി. എന്നിട്ടും പോലീസ് അത് ആത്മഹത്യയെന്ന നിഗമനത്തിലെത്തി കേസ് അവസാനിപ്പിച്ചു. തുടർന്ന് 2014-ൽ മാത്യു, 2016-ൽ ആൽഫൈൻ എന്ന പിഞ്ചുകുഞ്ഞും വീണ്ടും 2016-ൽ സിലി എന്നിങ്ങനെ 3 പേർ കൂടി ഇതേ വീട്ടിലും ബന്ധുവീടുകളിലുമായി മരണപ്പെട്ടു. സമാനമായ സാഹചര്യത്തിൽ മരിക്കുക ഇതൊരു യാദൃച്ഛികതയായിരുന്നോ അതോ ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു ക്രൂര വിനോദമോ? ഈ 6 മരണങ്ങൾക്കും സാക്ഷിയായി എന്നും എല്ലാവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് ആ വീട്ടിലുണ്ടായിരുന്നത് ഒരാളായിരുന്നു. റോയി തോമസിൻ്റെ ഭാര്യ ജോളി ജോസഫ്. മറ്റാരും സംശയിക്കാതിരുന്നപ്പോൾ അമേരിക്കയിലുള്ള സഹോദരൻ റോജോ ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഉറപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം അന്നത്തെ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് ആദ്യം ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പ് അടക്കം ചെയ്ത മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പരിശോധിക്കുക എന്നതായിരുന്നു. ആൽഫൈൻ, ടോം ജോസഫ്, മാത്യു എന്നിവരുടെ മൃതദേഹങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ആ ഞെട്ടിക്കുന്ന കാര്യം പുറത്തു വന്നു. അതെ, അവരിലും സയനൈഡിൻ്റെ അംശം കണ്ടെത്തി. അങ്ങനെ 14 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കൊലപാതകങ്ങളുടെ തണുത്തുപോയ തെളിവുകൾ പുറത്തു വരാൻ തുടങ്ങി. തുടർന്ന് പോലീസ് ജോളിയെ ചോദ്യം ചെയ്തു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അതെ, ജോളി തൻ്റെ കുറ്റം സമ്മതിച്ചു. ലക്ഷ്യം ഒന്നായിരുന്നില്ല, മറിച്ച് സാമ്പത്തിക നേട്ടം, സ്വത്ത് കൈക്കലാക്കൽ, വ്യക്തിബന്ധങ്ങൾ എന്നിവയായിരുന്നു ഓരോ കൊലപാതകത്തിനും പിന്നിലും. ജോളി വർഷങ്ങളോളം ഒരു കപട ജീവിതമാണ് നയിച്ചത്. താൻ ഒരു NIT പ്രൊഫസറാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ചു. NIT ID കാർഡ് പോലും വ്യാജമായി നിർമ്മിച്ചു. എന്നാൽ കൊലപാതകത്തിന് ഉപയോഗിച്ച രീതി വളരെ ലളിതമായിരുന്നു. ഭക്ഷണത്തിലോ കുടിവെള്ളത്തിലോ മരുന്നിലോ സയനൈഡ് കലർത്തി നൽകുക. പലപ്പോഴും ഭക്ഷണത്തിൻ്റെ രുചിവ്യത്യാസം പോലും ആ പാവം വീട്ടുകാർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നതാണ് വാസ്തവം. ഇവയെല്ലാം ജോളിയുടെ കൊലപാതകങ്ങളുടെ പേടിപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ചുരുക്കത്തിൽ ആൻ അമ്മായിയെ കൊന്നത് അവരുടെ സ്വത്തുകൾ കൈക്കലാക്കാൻ വേണ്ടിയായിരുന്നു. അവളുടെ ഭർത്താവ് റോയിയെ കൊന്നത് സ്വതന്ത്രമായി ജീവിക്കാനും ആൽഫൈൻ എന്ന പിഞ്ചു കുഞ്ഞിൻ്റെ ഷാജുവിൻ്റെ ഭാര്യയെ കൊന്നത് ഷാജുവിനെ സ്വന്തമാക്കാനായിരുന്നു. അതായത് ഈ കേസ് വെറുമൊരു കൊലപാതകമല്ല, മറിച്ച് ഒരു വ്യക്തി സ്വന്തം കുടുംബാംഗങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് വർഷങ്ങളോളം നടത്തിയ ആസൂത്രിതമായ ഒരു കൊലപാതക പരമ്പരയാണ്. കേരളത്തിൻ്റെ ക്രൈം ചരിത്രത്തിൽ ഇന്നും ഈ കേസ് നടുക്കുന്ന ഒരു ദുരൂഹതയായി നിലനിൽക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫ്രം മിസ്റ്റർ മാസ്ക്.